എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണം എത്താറായല്ലോ. ഓണം എന്ന് എല്ലാവരും പറഞ്ഞ് ഇപ്പം ദാ ജൂലൈ ലാസ്റ്റായി. നമ്മൾ ഇനി ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലായിട്ട് ഒരു മാസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓണമായി. അപ്പോൾ ഓണത്തിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്ന ഓർണമെൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡിങ് കമ്മല്, മാല, വള, ഇതൊക്കെ പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സാധനമാണ് നമ്മുടെ പാദസരം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ എനിക്ക് കുറേ ഒരു ആംഗ്ലേറ്റ് കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അതിന്ന് കുറച്ചൊരു 3-4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഒരു ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായി എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാവരും ട്രഡീഷണൽ നമ്മുടെ ഈ ഗോൾഡൻ കളർ എന്നൊക്കെ മാറി ഭയങ്കരമായിട്ടൊരു ആൻറ്റിക് ഷെയ്ഡിലേക്കും അതുപോലെ തന്നെ സിൽവർ കസവിലേക്കും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് നമ്മുടെ കലംകാരി പ്രിന്റ്സ്, ബ്ലോക്ക് പ്രിന്റ്സ് ഒക്കെ ഇടുന്ന ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും ഈ ഒരു ഗോൾഡൻ പാസരൊന്നും അത്രയും നമ്മുടെ ഔട്ട്ഫിറ്റിന് മാച്ച് ആയി വരില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആൻറ്റിക് ഷെയ്ഡ് അല്ലെങ്കിൽ സിൽവർ ആ ഒരു ടോണിൽ നിങ്ങൾ ഓണം വേറെ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിനിടാൻ പറ്റിയ 2 പാസരം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇത് കുറച്ച് ഹെവിയാണ്. ഇതാ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ഹെവിയാണ്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ഒരു രസമാണ്. ഇതിനൊരു കിലുക്കും ഉണ്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലിങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പം ഇങ്ങനത്തെ ഒരു ഹെവി ആയിട്ടുള്ളത് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഞാൻ എല്ലാം ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പിക്ചർ കൊടുക്കാം. പിന്നെ ഒരെണ്ണം പറയുന്നത് ഇത് നമ്മുടെ ടിബറ്റൻ സിൽവറാണ് കേട്ടോ. ഇത് ഗോവയിൽ പോയപ്പോഴേക്കും വാങ്ങിച്ചതാണ്. ഇത് ഒറിജിനൽ ടിബറ്റൻകാരുണ്ടാക്കുന്ന ഇങ്ങനെ ഒരു പരന്ന് കിടക്കുന്ന ഒരു സിൽവറാണ്. ഇത് നമ്മുടെ ഇപ്പോഴുള്ള ലോക്കൽ ഷോപ്സിലെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കാണാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ കിടക്കും കണ്ടോ? ലോക്കൽ ഷോപ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു പാമ്പ് പോലത്തെ ചെയിൻ എന്ന് പറഞ്ഞത്. കുറച്ച് പരന്ന ടൈപ്പാണെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ആൻറ്റിക് ഷെയ്ഡിലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മൾ നല്ല ഡാർക്ക് സിൽവർ കസവൊന്നും എടുക്കാതെ കുറച്ച് നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ്സ് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അതിനിടാൻ പറ്റിയതാണ്. ഇത് ഒരു 3 ടോൺസ് ഉണ്ട് ഇതിൽ. ഒരു ആൻറ്റിക് ഷെയ്ഡ്, ഒരു സിൽവർ ആൻഡ് ഗോൾഡൻ ഷെയ്ഡായിട്ട്. ഇത് നമ്മുടെ ഭീമേന്ന് വാങ്ങിച്ചതാണ്. ഇത് സിൽവർ ആംഗ്ലറ്റ് ആണ് കേട്ടോ. ഇത് ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് ഒരു സിംഗിൾ ലൈനാണ്. ഇതെങ്ങനെ ഇരിക്കും കണ്ടോ? പിന്നെ ഉള്ളത് ഇത് നമ്മൾ ഭീമേന്ന് വാങ്ങിച്ചതാണ്. വളരെ സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര നല്ലതാണ്. ഇത് ഞാൻ എപ്പോഴും സ്ഥിരം യൂസ് ചെയ്യുന്ന പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ റോസ് ഗോൾഡിൻ്റെ കളറാണ്. ചെറിയ ഒരു ആംഗ്ലറ്റ് ആണ്. ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് കാണിക്കാനുള്ളത് ഗോൾഡ് ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് നമ്മൾ നല്ല കസവ് സാരി, കസവ് പട്ടുപാവാട അങ്ങനെയൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷനാണ് ഇത് കണ്ടോ? ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് ഒരെണ്ണം. ഇത് നമുക്ക് ബ്ലാക്ക് ഇപ്പോൾ മുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ബ്ലാക്ക് ഒരു കോമൺ കളറാണല്ലോ, അപ്പോൾ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. വേറെ കുറച്ചൊന്ന് ഒരു ട്രെൻഡിങ് ആയിട്ടും വന്ന ഒരു ട്രഡീഷണൽ ടച്ചും കൊണ്ടുവരുന്ന ഒരു പാസരമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.